ആരംഭിക്കാം. ഓം സഹനാവവതു സഹനവു പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മാനനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായിട്ടുള്ള 57-ാം അധ്യായം, ഇനി 17-ാമത്തെ ശ്ലോകം. അതെ, സുഗീതയാണ്. 3-4 ശ്ലോകം കഴിഞ്ഞു. ബാക്കി നമുക്ക് നോക്കാം. ധൃതയ ഇവ ശ്വസന്ധ്യസുഹൃദോ യദിതേനുവിധാം മഹദഹമാദയുണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധന്വയോത്ര ചരമോന്നമയാദിഷു യഃ ഫദഫദ പരം ത്വമഥ യദേഷ്വശേഷമൃതം. ധൃതയഃ ഇവ, ധൃതികൾ പോലെ. ധൃതിഹി ധൃതി ധൃതയഃ. ധൃതി എന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്തുള്ള ഒരു കാഴ്ചയാണ്. കൊല്ലന്മാരുടെ ആലയില് തോലുണ്ടാക്കിയ ഒരു സഞ്ചി പോലെ സാധനമുണ്ട്. അതിൻ്റെ അകത്തേക്ക് അവരിങ്ങനെ കൈകൊണ്ട് ബലമായി പിടിച്ചമർത്തി കാറ്റ് കയറ്റും, കാറ്റ് പുറത്തേക്ക് വിടും. അങ്ങനെയാണ് ഇതിന് കാറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലന്മാരുടെ ആലയിൽ പണ്ട് കാണുന്ന ഒരു സാധനമാണ്. മലയാളത്തിലുള്ള പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാധനം. അത് പിടിച്ചിട്ടാണ് അതിൽ നിന്നാണ് കാറ്റ് പുറത്തേക്ക് വിടുന്നത്. അപ്പൊ ഇങ്ങനെ അകത്തേക്ക് കാറ്റ് കയറ്റും, കാറ്റ് പുറത്തേക്ക് വിടും. ഉല എന്ന് പറയുന്നതാണോ സർ? ഉല ഉല ഉല. കൊല്ലന്റെ ആലയിലെ ഉല. അതിന് സംസ്കൃത വാക്കാണ് ധൃതി എന്നുള്ളത്. അപ്പൊ ധൃതയഃ ഇവ, ധൃതികൾ എന്ന പോലെ. ശ്വസന്തി, ശ്വസിക്കുന്നു. അസുഭൃത, ജീവനെ ധരിക്കുന്നവർ. അസു പ്രാണൻ, ജീവൻ. യദി തേ അനുവിധാഹ, അനുവിധന്മാരായിട്ട്. തേ അനുവിധാഹ, അസുഭൃത്തുക്കളായ മനുഷ്യർ വെറുതെ ജീവനെ നിലനിർത്താൻ വേണ്ടി മാത്രം, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അങ്ങയുടെ അനുവിധന്മാരായിട്ട് ഭവന്തി യദി, ഭവിക്കുന്നു എങ്കിൽ. ധൃതയ ഇവ ശ്വസന്തി അസുഹൃദോ യദി തേ അനുവിധാഹ ഭവന്തി മഹത് അഹമാദയോ അണ്ഡമസൃജത് യദനുഗ്രഹത. മഹത്തായ അണ്ഡത്തിൽ നിന്നും, മഹത്ത് എന്നുള്ള ഒരു തത്വം, അഹം തത്വം എന്നിങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും, ഈശ്വരിൽ നിന്നും കാലപ്രചോദിതമായി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് മഹത്താണ്. ആ മഹത്തിൽ നിന്നും അഹംഭാവം, അഹങ്കാരം ഉണ്ടായി. ഇപ്പം മഹത് അഹം ആദയ, മഹത്ത് അഹം ആദിയായ സൃഷ്ടികൾ. യോ അണ്ഡം അസൃജത്, അങ്ങനെ യാതൊരു അണ്ഡത്തെയാണോ സൃഷ്ടിച്ചത്, യത് അനുഗ്രഹത, യാതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, യാതൊരു ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. ആദ്യം മഹത്ത്, പിന്നെ അഹം, ത്രിഗുണങ്ങൾ, മായ, ഇങ്ങനെ പോകുന്നു സൃഷ്ടിക്രമത്തിൽ. ആദേഹ എന്നുള്ള അതൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തെ അസൃജൻ ഏത് അനുഗ്രഹത, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് സൃഷ്ടി പറ്റിയത്. പുരുഷവിധോ അന്വയോത്ര, പുരുഷവിധൻ പുരുഷസ്വരൂപനായി, വിരാട് പുരുഷസ്വരൂപനായി. അത്ര അന്വയ, ഇവയിലെല്ലാം ചേർന്നവനായി. അന്വയം അനു അയതേ ഇതി അന്വയ, കൂടെ ചേർന്ന് പോകുന്നതിന്റെ പേരാണ് അന്വയം. അന്വയോത്ര ചരമോ അന്നമയാദിഷു യഃ. ചരമഹ എന്ന് വെച്ചാൽ അന്തിമം, അവസാനം, ഒടുവിൽ, ഒടുക്കത്തേത്. അന്നമയാദിഷു, അന്നമയം മുതലായ കോശങ്ങൾ.
അതിൽ ഒടുവിലെത്തേത് ഏതാണ്? ആനന്ദമയ കോശം. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. പഞ്ചകോശങ്ങളിൽ ചരമമായത് ഒടുവിലെത്തിയത് പുരുഷവിധന്വയത്ര ചരമോ അന്നമയാദിഷു യഹ ആരാണോ? യാതൊരു ബ്രഹ്മസ്വരൂപ ചൈതന്യമാണോ പുരുഷവിധനായി തീർന്നിട്ട് വിരാട് സ്വരൂപനായി തീർന്നിട്ട് എല്ലാറ്റിലും കൂടി ചേർന്ന് നിൽക്കുകയാണ്. അതാണ് ഈ പുരുഷന്റെ മഹത്. പുരുഷ ഏവേദം സർവം യദ്ധൂതമെച്ച ഭവ്യം എന്ന് സൂക്തത്തിൽ പറഞ്ഞ അതേ വരിയുടെ ആശയം തന്നെയാണ്. അന്വയോത്ര ആ പുരുഷനാണ് എല്ലാറ്റിനോടും കൂടി ചേർന്നാണ്. കാരണം തന്റെ അംശമില്ലാത്ത ഒന്ന് പ്രപഞ്ചത്തിലില്ല. അന്വയോത്ര. അതേപോലെ അന്നമയാദികളായ കോശങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതായ ആനന്ദമയ കോശവും ആരാണോ? യഹ. ഓരോ കോശങ്ങളിലും അതാത് കോശങ്ങളാണ് ബ്രഹ്മമെന്നുള്ള മട്ടിൽ ഉപാസിച്ച് അടുത്തയിലേക്ക് എത്തുമ്പോൾ മുമ്പിലത്തേത് വിട്ട് പിന്നത്തേത് വിട്ട് അങ്ങനെ ആനന്ദമയ കോശത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്തിച്ചേർന്ന് സായുജ്യം എന്ന പദവിയിലേക്കാണ്. ഈ 5 കോശങ്ങളിലും ആരാണോ ഒരുപോലെ നിലനിൽക്കുന്നത്? ഫത ഫത പരം, ഫത്തിനും അഫത്തിനും അപ്പുറത്തുള്ള ത്വം അഥ അങ്ങ് അനന്തരം ഇത് ഏഷു അവശേഷം ഋതം ഇത് യാതെന്നാണോ ഏഷു ഇവയിൽ അവശേഷം ശേഷിച്ചതായ ഋതം സത്യം തത് യാതെന്നാണോ തത് അസി അതാണ് അങ്ങ്. ഫത ഫത പരം ത്വമഥ യഥേഷു അവശേഷം ഋതം. ഓരോന്നിലും അതാത് പദാർത്ഥത്തിന്റെ ഘടകങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്തോ അതാണ് സത്യം, അതാണ് അങ്ങ്. അപ്പൊ മനുഷ്യര് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് വെറുതെ ജീവിക്കുന്നവരാണ്. അങ്ങയെ ഭജിക്കുന്നെങ്കിൽ ജീവിക്കുന്ന സഫലമാണ്. അല്ലെങ്കിൽ അങ്ങയെ ഭജിക്കാതെ കാലം കഴിക്കുന്നവരെ കൊല്ലന്റെ ആലയിൽ ഊതിയുണ്ടാക്കുന്ന ഉല പോലെ തുരുത്തികൾ പോലെ ഉള്ളവരാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കയറും, പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് എന്ത് ചെയ്യും? ശ്വസിച്ചും അകത്തോട്ട് കയറും, പുറത്തൊക്കെ ഉച്ഛ്വസിക്കും. ഈ ജോലി ആര് ചെയ്യാണ്? കൊല്ലന്റെ ഉലയിലും ചെയ്യുന്നതാണ്. അതൊരു യന്ത്രമാണ്. അയക്കാൻ ഞാനൊന്നുമില്ല, അങ്ങോട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ശ്വസിക്കുന്ന വായു ഇവിടുന്ന് കിട്ടുന്ന പ്രപഞ്ചത്തിൽ നിന്ന് ആരുന്ന ഈശ്വരുന്നത് അത് തന്നെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉച്ഛ്വസിക്കുന്നു. ഈ കൊല്ലന്റെ ഉലയും അതല്ലേ ചെയ്യുന്നത്. ഈ കൊല്ലന് പുറകിൽ നിന്നുള്ള കാറ്റ് അകത്തേക്ക് വലിച്ചേറ്റും, ആ കാറ്റ് പുറത്തേക്ക് വിടും. അത്രയല്ലേ ഉള്ളൂ. അത് സുന്ദരമായ രൂപമാനം കണ്ടതാണ്. അന്ന് പരിചയമുള്ളതാണ്, എക്കാലത്തും കാണും എന്നൊക്കെ ആയിരിക്കും ഋഷി വിചാരിച്ചത്. ഇന്നും അപൂർവം ചിലടത്തൊക്കെ ഉണ്ട്. അടുത്ത തലമുറയ്ക്കൊന്നും അറിയില്ല, നമുക്കൊരു കഷ്ടിച്ചറിയാൻ പറ്റുമായിരിക്കും. അതുപോലെ പുറത്തേക്കും ഉള്ളിലേക്കും കാറ്റ് കയറി ഇറങ്ങുന്നത് പോലെ അതുകൊണ്ട് ഉല ശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ശ്വാസോച്ഛ്വാസം ഇല്ലല്ലോ, കൊടുക്കുന്നല്ലേ ഉള്ളൂ. അതുപോലെയാണ് അങ്ങനെ ഭജിക്കാത്തവരെ കുറിച്ച് സഫലജീവികൾ എന്ന് പറയാൻ പറ്റില്ല. അത് കാണിക്കാനാണ് ഈ ഉപമ ഇവിടെ ഉദാഹരിച്ചത്. ധൃതയേവ ശ്വസന്തി അസുഭൃതോ യതിതേനുവിധ. അങ്ങയെ ആശ്രയിക്കാത്തവരുടെ ജന്മം നിഷ്ഫലമാണ്. അവർ ഉല പോലെ യാന്ത്രികമാണ്. അതേപോലെ അങ്ങയെ ഭജിക്കാത്ത ജീവന്മാർ കൃതജ്ഞതയില്ലാത്തവരാണ്, കൃതജ്ഞന്മാരാണ്.
എന്തെന്നാൽ മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ എന്നിങ്ങനെ സൃഷ്ടി ഒന്നിനു പുറകെ ഒന്നിനായി ഓരോ പദാർത്ഥങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കാം. പക്ഷേ ഒന്നിനും ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ നേരിട്ട് കരുത്തില്ല. പിന്നെ എന്താണ്? അങ്ങ് ഓരോന്നിലും പ്രവേശിച്ചപ്പോൾ അതിന് കരുത്തുണ്ടായി. അഗ്നിയും ജലവും വായുവും ആകാശവും പൃഥ്വിയും ഒന്നിച്ചു കൂടി ചേർന്നാൽ ഒരു ജീവനായി. പക്ഷെ ഒന്നിച്ചു കൂടി ചേരണം എന്നൊരു ത്വര ഇതിനകത്തില്ല. അഗ്നിക്ക് വെള്ളത്തോട് ചേരണമെന്നില്ല, വെള്ളത്തിന് വായുവിനോട് ചേരണമെന്നില്ല, ഇവരുടെ ഉള്ളിൽ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ആരാണ് ഈ അഞ്ചിന്റെയും ഉള്ളിൽ ജഗദീശ്വരന്റെ സത്ത ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ അഞ്ചിനും തമ്മിൽ കൂടിച്ചേരണം എന്നൊരു അഭിവാഞ്ഛയുണ്ടായി. നമ്മൾക്കും അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മചൈതന്യ സ്വരൂപനായ ഈശ്വരന്റെ ഒരു പ്രേരണ കൊണ്ടാണ് നമ്മൾക്ക് മറ്റുള്ളവരോട് കൂടിച്ചേരാൻ പറ്റുന്നത്. അമ്മയോടോ അച്ഛനോടോ ഭാര്യയോടോ മക്കളോടോ കൂട്ടുകാരോടോ ഒക്കെ കൂടിച്ചേരാൻ പറ്റുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതില്ലെങ്കിൽ, ഈ ശക്തി ഇല്ലെങ്കിൽ ഒരു പദാർത്ഥവും ഒരു വസ്തുവും മറ്റൊരു വസ്തുവിനെ ജനിപ്പിക്കാൻ തയ്യാറല്ല, ആവില്ല. അതുകൊണ്ട് ഈ സമഷ്ടിയും വ്യഷ്ടിയുമായി കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ, സമഷ്ടി സമ്പൂർണമാണ്, വ്യഷ്ടി ഓരോന്നിലുമാണ്. അത് ഈ ഓരോ ലോകത്തെയും ദേഹത്തെയും നിർമ്മിച്ച് അതിലുള്ള സകല പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അതിൽ താൻ തന്നെ പ്രവേശിച്ച് അങ്ങ് ഇവകളെ ചലിപ്പിച്ച് പ്രവർത്തിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ പദാർത്ഥങ്ങൾക്കൊന്നിനും അങ്ങയുടെ ഒരു ഉപകാര സ്മരണയില്ല, കൃതജ്ഞതയില്ല, കൃതജ്ഞനാണ്. എന്നെ കൊണ്ടൊരു വാക്കുച്ചരിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യ സ്വരൂപമായ ഈശ്വര ശക്തി കൊണ്ടാണ്. അല്ലെ എനിക്ക് മിണ്ടാൻ പറ്റില്ല, ശ്വസിക്കാൻ പറ്റില്ല, വിശന്ന ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വിസർജിക്കാൻ പറ്റില്ല. ഇതിനൊക്കെ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ചൈതന്യ ഘടകം ഉള്ളിലുണ്ട് എന്നറിയുന്നില്ലെങ്കിൽ ആ പ്രേരക ശക്തിയോട് കാണിക്കുന്ന കൃതജ്ഞതയല്ലേ ഇത്? തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കൃതജ്ഞരാണ്, കൃതജ്ഞതയില്ല. അതുകൊണ്ട് ഈ ദേഹസൃഷ്ടിയെ, ഇങ്ങനെ ശരീരം എനിക്ക് സൃഷ്ടിച്ചു തരാൻ, അതിനെ വളർത്തി വലുതാക്കാൻ, അതിനെ പരീക്ഷിച്ച് കാത്തുരക്ഷിക്കാൻ ഒക്കെ എന്നെ സഹായിച്ചത് എൻ്റെ ഉള്ളിലുള്ള പ്രേരണ ശക്തിയായ ഈശ്വരസത്തയാണ്. അത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനോടൊരു കൃതജ്ഞത മനുഷ്യർ കാണിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് അന്നമയാദികളായ ഓരോ കോശങ്ങളിലും പ്രവേശിച്ച് അതായി തന്നെ തീരുകയാണ്. അന്നമായി തീർന്നു, പ്രാണനായി തീർന്നു, മനസ്സായി തീർന്നു, വിജ്ഞാനമായി തീർന്നു, ആനന്ദമായി തീർന്നു. പക്ഷേ ഈ ഒരു കോശവും അങ്ങേ ബന്ധിക്കത്തില്ല. അങ്ങ് എല്ലാ കോശങ്ങളിലും ഉണ്ട്. പക്ഷെ ഈ കോശങ്ങളെല്ലാം ആരല്ല? അങ്ങല്ല. പക്ഷെ അങ്ങ് എല്ലാറ്റിലും കൊണ്ടുവരും. കാരണം ഈ അന്നമയാദികളായ കോശവുമായിട്ടൊരു ബന്ധവും അങ്ങേക്കില്ല. ഈ അന്നമയാദികളായ കോശങ്ങളെ വിശദമായി വിചാരണ ചെയ്യുമ്പോൾ ഈ കോശങ്ങൾക്ക് അപ്പുറത്ത് ഓരോന്നിനെയും തള്ളി മാറ്റിക്കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ അങ്ങയുടെ ചൈതന്യം ഒന്നിനോടും ചേരാതെ അഞ്ചാമത്തേതായ ആനന്ദമയ കോശത്തിന്റെ സാക്ഷിയായിട്ട് പ്രകാശിക്കുന്നു. ചരമോ അന്നമയാദിഷു യഹ. അന്നമയാദികളിൽ ചരമനായി ആരെയാണോ കാണുന്നത് അങ്ങനെ തന്നെ. ഏറ്റവും ഒടുവിലത്തെ ആനന്ദമയ കോശത്തിനും സാക്ഷിയാണ് അങ്ങ്. ഒരു കാര്യം കൊണ്ട് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫത്തായ വസ്തുക്കളിൽ അഫത്തായ വസ്തുക്കളിൽ വ്യാപരിക്കുമ്പോൾ ഇത് ഫത്ത് ഇത് അഫത്തെന്ന് തിരിച്ചറിയാൻ പറ്റില്ല.
അസദ്രൂപങ്ങളായ ഈ വസ്തുക്കളിൽ നിന്നും ഭിന്നനായി ഇതൊക്കെയും നശിക്കുന്ന സമയത്തും നാശമില്ലാതെ അവശേഷിക്കുന്ന ഒരു സത്യവസ്തുവാണ് അങ്ങ്. ഫദഫദപരം ത്വമഥ യത് അവശേഷം വൃത്തം. ഇതെല്ലാം അവശേഷിക്കുമ്പോഴും സത്യമായ അങ്ങ് മാത്രം ശേഷിക്കും. നാരായണജി പറയും തത്രൈകസ്ത്വമശിഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മന. തത്രൈകസ്ത്വമശിഷ്യഥാ, അങ്ങ് മാത്രം അവശേഷിക്കും. അതാണല്ലോ ഭാഗവതം പറഞ്ഞ യഥേഷു അവശേഷം. ബാക്കിയെല്ലാം നശിക്കും. അഗ്നി നശിക്കും, ജലം നശിക്കും, വായു നശിക്കും, സൂര്യനും ചന്ദ്രനും എന്ന് വേണ്ട പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും നശിച്ചാലും അങ്ങ് മാത്രം അവശേഷിക്കും. നോമർത്തിഷ്ഠ തഥാ അമൃതന്റെ സമഭൂത് നോ ന രാത്രി സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യഥ. അപ്പൊ എല്ലാത്തിനും സത്യവസ്തുവ യാതൊന്നാണോ അത് അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള സത്യവസ്തുവായ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവ്വതിന്റെയും ആത്മസ്വരൂപനായ അങ്ങയെ ഭജിക്കാത്തവർ ജീവച്ഛവങ്ങളാണ്. ജീവിച്ചിരിക്കെ ശവം പോലെയാണ്. ജീവിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇതെന്താണ് ശ്വാസോച്ഛ്വാസം ഉണ്ട്, അത്രമാത്രം. ബാക്കി ഒരു പ്രവർത്തനവുമില്ല, മുക്കാലും ശവം തന്നെ. അതുകൊണ്ട് മനുഷ്യ ശരീരം കിട്ടിയിട്ടും അങ്ങയുടെ ഭക്തി ഉണ്ടാകുന്നില്ലെങ്കിൽ, അങ്ങയുടെ കഥ കേൾക്കുന്നില്ലെങ്കിൽ, അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യജന്മം നിഷ്ഫലമാണ്. കൊല്ലന്റെ ആലയിലെ ഉല പോലെയാണ്. അചേതനമാണ് ആ ഉല. അതിൻ്റെ ഉള്ളിൽ നിന്നും ശ്വാസം, കാറ്റ് പുറത്തേക്ക് വരും, ഉള്ളിലേക്കും പോകും. വായു സഞ്ചാരം ചെയ്യുന്നുണ്ടെന്നല്ലാതെ വേറൊരു പ്രയോജനവും അതിനെ കൊണ്ടില്ല. അതുപോലെയാണ് അങ്ങ് ഭജിക്കാത്തവരുടെ അവസ്ഥ. അങ്ങ് ഭജിക്കാത്തവർ കൊല്ലന്റെ ആലയിലെ ഉല പോലെ. കാറ്റ് അങ്ങോട്ട് കൊടുക്കുന്നത് ശ്വസിക്കും, തിരിച്ച് ഇങ്ങോട്ട് വന്ന് ഉച്ഛ്വസിക്കും. ഇത് മാത്രമേ പറ്റുള്ളൂ. അത് നിലനിൽപ്പിന്റെ ഒരു പ്രതീകമായിട്ട് മാത്രം, പ്രാണനുണ്ട് എന്ന് കാണിക്കാനുള്ള തെളിവായിട്ട് മാത്രം അത് മാത്രം അവശേഷിക്കും. ബാക്കി എല്ലാം പോകും. ധൃതേവ ശ്വസന്ധ്യസുഭൃതോ യദിതേനുവിധാം മഹദഹമാദയോണ്ടമസൃജന്യതനുഗ്രഹതാം പുരുഷവിധുന്വയോത്ര ചരമോന്നമയാദിഷു യഃ പദപരം ത്വമഥയതേഷു അവശേഷമൃതം. ധൃതൈവ ശ്വസന്ധ്യസുഭൃതോ യദിതേനുവിധാം മഹദഹമാദയോണ്ടമസൃജന്യതനുഗ്രഹതാം പുരുഷവിധുന്വയോത്ര ചരമോന്നമയാദിഷു യഃ പദപരം ത്വമഥയതേഷു യഥേഷു അവശേഷമൃതം. ധൃതേവ ശ്വസന്ധ്യസുഭൃതോ യദിതേനുവിധാം മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹതാം പുരുഷവിധുന്വയോത്ര ചരമോന്നമയാദിഷു യഃ പദപരം ത്വമഥ യേഷു അവശേഷമൃതം. അവർക്കേതെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. സാറേ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ദൃഷ്ടാന്തമേ, അതെ, അത് കാരണം ആ ഉല പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ കാറ്റ് കയറത്തില്ല. ഇയാള് കൈകൊണ്ട് ഒരാൾക്കാരാണ് ഇത് ബുക്കെന്നൊക്കെ കാറ്റ് കയറുള്ളൂ. കാറ്റ് കയറത്തുള്ളൂ. ഇല്ലെങ്കിൽ കാറ്റ് കയറത്തുമില്ല, കാറ്റ് പുറത്തോട്ട് വരത്തുമില്ല. പ്രവർത്തിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഉല വെറുതെയാ. അതുപോലെയാണ് ഇപ്പൊ പ്രാണികൾ ശ്വസിക്കുന്ന അങ്ങയോട് ഭക്തിയില്ലാത്ത ഒരാൾ, അങ്ങയെ വിശ്വാസം ഇല്ലാത്ത ഒരാൾ. ഇത്രയും വലിയൊരു ഫിലോസഫിയെ അതെ സർവസാധാരണമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തത്തിലൂടെ പറഞ്ഞപ്പോൾ, അതെ സാറേ, ഇത് തന്നെയല്ലയോ നാരായണീയത്തില് ത്വം നാനാവിധ സൂക്തിഭിർനുദഗുണസ്തത്വാന്യമൂന്യാഭിഷൻ ചേഷ്ടാശക്തി മുദാര്യ താനി ഘടയൻ ഹൈരണ്യഖണ്ഡം. അതിലെ അഞ്ചാമത്തെ വിസ്തരിച്ച് മുഴുവൻ പറയും പറഞ്ഞേക്കുക അതിനകത്തില്. കാരണം ഇതെല്ലാം സൃഷ്ടിച്ചെങ്കിലും
വേണം. ഭഗവാൻ അതിൽ ഓരോന്നിലേക്കും കടന്നെങ്കിൽ മാത്രമേ അത് സജീവമാവുള്ളൂ, അല്ലെ ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അതുവരെയും അവയെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവയെ ഒന്നിപ്പിക്കണമെങ്കിൽ അതിന് അപ്പോ ഇവിടെ ആ കൊല്ലൻ പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ ഒല പ്രവർത്തിക്കത്തുള്ളൂ. അതുപോലെ ഈശ്വര ചൈതന്യം ഇതിലെല്ലാം ഉണ്ട് എന്നുള്ള എത്ര മനോഹരമായിട്ട് ഒരു സാധാരണ ദൃഷ്ടാന്തത്തിലൂടെ എത്ര ഈസി ആയിട്ടാണ് വ്യക്തമാക്കി തന്നത്. മറ്റൊരു കവി ഉപയോഗിക്കാത്ത ഒരു ദൃഷ്ടാന്തമാണിത്. ദൃഷ്ടാന്തം ആരും പ്രയോഗിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലാവും, നമ്മുടെ തലമുറ കൂടി പിന്നെ അറിയാൻ പറ്റില്ല. അതെ നമ്മുടെ തലമുറയ്ക്ക് ഒരു പക്ഷേങ്കില് ഇതിന് ശേഷമുള്ള തലമുറയ്ക്ക് ഇത് എന്താ പറയുന്നത്, ഇതിനെ വേറെ ഏതെങ്കിലും കൺവെൻഷണൽ ആക്കി നമ്മൾ പറയണം. പക്ഷേ ബലൂൺ അങ്ങനെയാണ്, വീർപ്പിച്ചെങ്കിൽ മാത്രമേ അതിനുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ബലൂൺ പോലെയാണ്. നമ്മൾ കാറ്റ് കൊടുത്ത് വീർപ്പിച്ചെങ്കിൽ അത് വീർത്ത് വലുതായി കാണിക്കും. അതിൻ്റെ അകത്തും കാറ്റ ഓരോ പുറത്ത് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ കാറ്റ് കൊടുക്കും. അതെ, നമ്മൾ നിശ്ചയിച്ച എന്തോ ഏത് ട്യൂബാ? ആ ടയറും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ കാറ്റ് സൈക്കിൾ ടയർ ആയാലും മറ്റേ വണ്ടിയുടെ ടയർ ആയാലും എല്ലാം നമ്മൾ കാറ്റ് അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അത് വീർക്കുള്ളൂ. ആ ഉപയോഗം കഴിയുമ്പോൾ അത് തന്നെ പോവുകയും ചെയ്യും. ഇതുപോലെ ആകും വെറും ഷാഫ് മാത്രം ചെയ്യുന്ന മനുഷ്യർ. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഭഗവാനെ കാണാത്ത കണ്ണുകൾ മയിൽപ്പീലി കണ്ണുകൾ പോലെയാണ്, അവരുടെ ശ്വസിക്കുന്ന നാളം പോലെ. പലതരത്തിൽ പലയിടത്തും നമ്മൾ ഇതിപ്പോ ഭാഗവതം അതിന്റെ അവസാനത്തിലോട്ട് കടന്നപ്പോ പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് ചുരുക്കി ഒരു ശ്ലോകത്തിലാക്കിയ പോലെ നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ ഈ സ്വർഗപ്രാപ്തി എന്ന് പറയുന്നതും സ്വർഗപ്രാപ്തി അല്ല നമ്മളുടെ അവസാന ലക്ഷ്യം. നമ്മള് ജനന മരണ ചക്രം പൂർത്തിയാക്കി ഉറവിടത്തിൽ തിരിച്ചു ചെല്ലും. അത് ആ ഒരു തത്വം നമ്മളെ ഭാഗവതം പഠിപ്പിച്ചു കൊണ്ടുപോകണം. അപ്പൊ ഇതിന്റെ അവസാനമായപ്പോ ഒന്നുകൂടി അത് ഉറപ്പിച്ച് പറയുകയാണ്. അതാണ് ശുദ്ധീകരണ ലക്ഷ്യം. നമുക്കത് മൊത്തം കേൾക്കുമ്പോൾ അതെ, എല്ലാം ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. നമുക്കിപ്പോ മനസ്സിലായി തോന്നുന്നുണ്ട്. ഒരേ കാര്യമാണ് ഇത്രയും അധ്യായം. അത് ഉപനിഷത്ത് പഠിച്ചാലും അതെ, ഒരേ കാര്യമാണ് പറഞ്ഞുകൊണ്ട് പോയതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ കൊല്ലന്റെ ഈ ഉല എന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ഈ ശ്ലോകം മുമ്പ് കേട്ടല്ലോ. അത് അവരുടെ കാലുകൾ മരത്തിന്റെ വേരുകൾ പോലെയാണ്. ദ്വിതീയ സ്കന്ധത്തിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ തത്വം ബോധ്യപ്പെടുത്താൻ ഈ ഉപമ കൊണ്ട് അതിമനോഹരമായിട്ട് കവിക്ക് സാധിച്ചു. അതുകൊണ്ട് ഭഗവാന്റെ തുളസിയുടെ ഗന്ധം അറിയാത്തവരുടെ ഇത് അവിടെ വെച്ച് ഇതാണ് പറഞ്ഞത്. ജീവച്ചവം എന്നുള്ള വാക്കും അവിടെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. വായിക്കാൻ കിട്ടുന്നതാണോ? ഒന്നുകൂടെ വായിക്കണോ? ഇത് വലിയ ചരമോന്റെ മായാദിഷാണോ മായാദിഷ് എന്നാണോ വായിക്കണ്ടേ? ഏതാ? 17-ാമത്തിലെ പുരുഷവിധോ അന്യയോത്ര ചരമോ അന്നമയാദിഷു ആണോ അന്നമയാദിഷു ആണോ? അന്നമയാദിഷു. അന്നമയം ഒറ്റ വാക്കാണ്. കാരണം എന്താണ്? അന്നമയം, പ്രാണമയം, മയോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് നമ്മള് തൈത്തിരീയത്തിൽ പഞ്ചകോശങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചാണ്. അന്നമയം എന്നാണ് വാക്ക്. അന്നം അയമല്ല, അന്നമയം. ചരമോ അന്നമയാദിഷു യഹ. അന്നമയാദിഷു ചരമഹ യഹ. അന്നമയാദികളായ പഞ്ചകോശങ്ങളിൽ ഒടുവിലെത്തിയത് ആരാണോ അത്. സത്യനും അപ്രധാനം. മാ വരുമ്പോ ചിലടത്ത് അനുസ്വാരം വരും സാറേ, അതങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. എവിടെയൊക്കെ അന്നമയം ഒറ്റ വാക്കാണ്. അതങ്ങനെ വായിക്കുമ്പോ മനസ്സിലാകും. അല്ലാതെ ചിലടത്തൊക്കെ ചിലടത്ത് വരും. നമ്മളത് വാക്കുമായിട്ടുള്ള ഒരു പരിചയം കൊണ്ട്
കൊണ്ട് ശരിയാക്കാം. അല്ലെങ്കിൽ അതിനാണ് ഗുരുവിൽ നിന്ന് കേട്ട് പഠിക്കണമെന്ന് പറഞ്ഞതിന്. അത് കേട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് നിശ്ചയമാക്കാൻ പറ്റൂ. കിട്ടിയോ? ഫംഗ്ഷനിൽ എന്തെന്നോ കിട്ടി സാർ. വായിക്കണോ ഒന്നുകൂടി? അതോ കിട്ടിയതാണോ? ഒന്നുകൂടെ വായിച്ചത് സാർ. ധൃതൈവ ശ്വസന്ധ്യഫുഭൃതോ യദ്യതേനുവിധാം മഹദഹമാദയോണ്ടമസൃജത് യദനുഗ്രഹതാം പുരുഷവിധന്വയത്ര ചരമോന്നമയാദിഷു യഃ ഫദ ഫദ പരം ത്വമഥ യദേഷു അവശേഷമൃതം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ഉദരമുപാഫതേയ ഋഷിവർമ്മഫുഗോത്പദൃശാം പരിഫരപദ്ധതിം ഹൃദയമാരുണയോദഹരം തത ഉദഗാദനം തതവധാമശിരപരമം പുനരിഹയത്ഫമേത്യന പതന്തി കൃതന്തമുഖേ. ഉദരം ഉപാഫതേ, ഉദരത്തെ ഉപാസിക്കുന്നു. ഉദരം എന്ന് വെച്ചാൽ വയറ് എന്നാണ്. ഇവിടെയും മുമ്പ് ഞാൻ പറഞ്ഞ എന്താണ് വാക്യാർത്ഥങ്ങളൊക്കെ മാറ്റിയിട്ട് ലാക്ഷണികാർത്ഥങ്ങളിലേക്ക് പോകണം. ഉദരഭാഗത്ത് വരുന്ന ഒരു ചക്രത്തെ ഉപാസിക്കുന്നു എന്നാണ്. 6 ചക്രങ്ങൾ ആണ് ശരീരത്തിന്റെ 6 ഘടകങ്ങളായിട്ട് സുഷുമ്ന മുതൽ ശിരഫ് വരെ വേർതിരിച്ച് 6 ചക്രങ്ങൾ, ഷഡാധാരങ്ങളിൽ നിന്നും ഷഡ്ചക്രങ്ങളും ഒക്കെ പഠിക്കും. അതിലെ ഉദരത്തിന്റെ ഭാഗത്ത് വരുന്നത് മണിപൂര ചക്രമാണ്. ആ മണിപൂര ചക്രത്തെ ഉപാസിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വയറിനെ ആർക്കും ഉപാസിക്കാൻ പറ്റില്ലല്ലോ. വാച്യാർത്ഥം ചേരാതെ വരുമ്പോൾ വാച്യാർത്ഥ അനുപപത്തവും, വാച്യാർത്ഥം അനുപപത്തിയാകുമ്പോൾ അതുമായിട്ട് കൂടിച്ചേർന്ന് മറ്റൊരർത്ഥത്തിലേക്ക് പോകണം. അങ്ങനെ ഇവിടെ പോയിരിക്കാം. ഉദരമുപാസതേയ, ആരാണ് മണിപൂര ചക്രത്തെ ഉപാസിക്കുന്നത്? അത്രേ ഉള്ളൂ. ഋഷിവർത്മഫു കൂർപ്പദൃശ, ഋഷിവർത്തുമഫു മുനി സമ്പ്രദായ പദ്ധതികൾ, ഋഷിമാരുടെ വഴികളിൽ, വർത്തുമഫു സമ്പ്രദായങ്ങളിൽ ആരാണ് കൂർപ്പദൃശ, കൂർപ്പം എന്ന് പറഞ്ഞാൽ ഈ പൊടിയാണ്. മണലിന്റെ പൊടിയോ കല്ലിന്റെ പൊടിയോ ഒക്കെ അത് കണ്ണിൽ വീണ് കഴിഞ്ഞാൽ അവരെ കൂർപ്പദൃക്ക് എന്ന് വിളിക്കാം. കണ്ണിൽ പൊടി പോയവർ, അത്രേ ഉള്ളൂ. കൂർപ്പദൃശ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല കാഴ്ചയില്ലാത്തവരാകും. കാരണം കണ്ണിൽ പൊടി വീണാൽ കുറച്ച് സമയത്തേക്ക് ഒന്നും കാണില്ല, കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. അവരെ ഉദരമാകുന്ന മണിപൂര ചക്രത്തെ ഉപാസിക്കുന്നു. ഋഷിവർത്മഫു കൂർപ്പദൃശ യഹ ഉദരം ഉപാസതേ. ഇനിയും അരൂപമായ ബ്രഹ്മത്തിന്റെ ഉപാസന പ്രക്രിയകളെ, അതിന്റെ മാഹാത്മ്യം പറഞ്ഞിട്ട് ഉപാസിക്കണമെങ്കിൽ സ്വരൂപം തന്നെ വേണം എന്ന് പറയാൻ പോവാണ്. ഈശ്വരനെ ഭജിക്കണമെങ്കിൽ സഗുണോപാസന കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. നിർഗുണോപാസന കൊണ്ട് ഈശ്വരനെ ഭജിക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഈശ്വരൻ വേണം. ആകൃതിയുള്ള, സ്വരൂപമുള്ള, ഗുണമുള്ള, മഹത്തായ, എന്താണ്, കണ്ണ്, കാല്, കയ്യ്, മൂക്ക്, ഇന്ദ്രിയങ്ങൾ, അവയവങ്ങൾ, ഇതൊക്കെയുള്ള ഒരു സ്വരൂപത്തെ നമുക്ക് വേണം. അങ്ങനെ സ്വരൂപത്തെ ഉപാസിച്ച് വേണം, സഗുണോപാസനയിലൂടെ വേണം നിർഗുണോപാസനയിലേക്ക് കടക്കാൻ. ഇതൊക്കെ നമ്മൾ ഉപനിഷത്തിൽ ഇഷ്ടം പോലെ കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ സഗുണോപാസന ക്രമത്തെ ഒന്ന് വിവരിക്കാൻ പോവാണ്. ഒരു ഉപാധിയെ ആശ്രയിക്കാതെ ഉപാസിക്കാൻ പറ്റില്ല. അത് ഋഷി സമ്പ്രദായം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഹൃദയത്തെ, ഉദരഭാഗത്തെ, മണിപൂര ചക്രത്തെ ബ്രഹ്മസ്ഥാനമായി കണ്ടു ഭജിക്കുന്നു.
ഋഷി സമ്പ്രദായ മാർഗങ്ങളിൽ സ്ഥൂലദർശികളായ ചില മുനിമാർ ഉദരത്തിന്റെ കീഴ്ഭാഗത്ത് പൊക്കിളിനോട് ചേർന്ന് സമമായ ഒരു സ്ഥാനമുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് മണിപൂര ചക്രത്തിന്റെ ആവാസം ഇരിപ്പിടം. അത് ബ്രഹ്മസ്വരൂപമായ അങ്ങയെ ധ്യാനിക്കാനുള്ള ഒരു സ്വരൂപമാണ് അവിടെ. പക്ഷെ വാസ്തവത്തില് ഹൃദയത്തിൽ സൂക്ഷ്മമായ വേറെ ഒരു തേജരൂപത്തെ കണ്ടിട്ട് അവിടേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയാണ് മണിപൂരത്തിൽ ആദ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ആജ്ഞാചക്രം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം എന്നിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ താഴെ ഓരോന്നോരോന്ന് ഉപാസിച്ച് അത് കളഞ്ഞ് അടുത്തിലേക്ക് കടന്ന് വേണം മുകളിലേക്ക് ചെല്ലാൻ. പഞ്ചകോശ വിദ്ധന്തവും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ മണിപൂര ചക്രത്തിൽ ഉദരഭാഗത്തിൽ ആരാണോ അങ്ങയെ ഉപാസിക്കുന്നത്, അങ്ങയെ അവിടെ ഉപാസിച്ചാൽ മണിപൂര ചക്രമായി തീരാനല്ല, അതിൽ നിന്നും മുകളിലേക്ക് കടന്ന് ബ്രഹ്മസായുജ്യം എന്ന പദവിയിലേക്ക് എത്താനുള്ള വഴികളാണ് ഇവകളൊക്കെ എന്ന് ആണ് സൂചിപ്പിക്കുന്നത് ധരിക്കണം. അഭ്യാസത്തിന്റെ ഒരു ക്രമത്തെ ഇവിടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉദരമുപാസതയ ഋഷിവർമ്മസുകൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം. ഇനി വേറെ ചിലരെ ആരുണയ, അരുണൻ എന്നു പേരുള്ള ഋഷിവർഗത്തിൽ പെടുന്ന ആൾക്കാർ, അതാണ് ആരുണന്മാർ, ആരുണയ. അവരെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ബ്രഹ്മസ്വരൂപത്തെയാണ് ഉപാസിക്കുന്നത്. ആരുണയോ ഹൃദയം ദഹരം പരിസര പദ്ധതി ഉപാസത. ഹൃദയത്തിലുള്ള ദഹരം, നേരത്തെ ഇതൊക്കെ ഇഷ്ടം പോലെ പഠിച്ചതാണ്, എങ്കിലും ഞാൻ ഒന്നത് പറയുന്നേ ഉള്ളൂ. ഹൃദയത്തിന്റെ അകത്ത് ശൂന്യമായൊരു സ്ഥലമുണ്ട്, അതിനെ ദഹരം എന്നും ദഹരാകാശം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം പല ഉപനിഷത്തിലും പഠിച്ചതാണ്. അതാണ് ദഹരം എന്ന വാക്ക് തന്നെ ഉപനിഷത്തിലെ അതേ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിച്ചത് കൊണ്ടാണ്. ആരുണയ ഹൃദയം ദഹരം, ഹൃദയത്തിൽ പ്രകാശിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ അങ്ങയെ ഉപാസിക്കുന്നു അല്ലെങ്കിൽ ധ്യാനിക്കുന്നു എന്നർത്ഥം. അത് ആരുണികൾ എന്നു പേരുള്ള വേറെ പ്രസിദ്ധരായ ചില വൈദികന്മാരാണ് ഇങ്ങനെ ഉപാസിക്കുന്നത്. പരിസരം ചുറ്റും ശോഭിക്കുന്ന എന്നർത്ഥം, നന്നായിട്ട് പ്രശോഭിക്കുന്ന ആ മണിപൂര ചക്രത്തെ ഉപാസിക്കുന്നു. പരിസര പദ്ധതി ആരുണയ ഹൃദയം ദഹരം ഉപാസത. ഹൃദയത്തിന്റെ അകത്ത് നല്ല പ്രകാശസ്വരൂപനായ, ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും പ്രകാശം കൊണ്ടു കൊടുക്കുന്ന, ചുറ്റുമുള്ള സകല നാഡിചരമ്പുകളിലും മജ്ജമാംസകളിലും രക്തവും പ്രാണനും എത്തിക്കുന്ന ജോലിയാണ് ഹൃദയത്തിന്. വെളിയിൽ നിന്നും പ്രാണനെ സ്വീകരിച്ചിട്ട് അത് അടക്കി നിർത്തി പാകത്തിന് ഓരോ വഴിയിലേക്ക് എത്തിച്ചു വിടലാണ് ഹൃദയം എന്ന് പറയും. ഹൃ എന്ന് വെച്ചാൽ ഹൃഞ്ഞ് ഹരണയെ സ്വീകരിക്കുക, ദ എന്ന് വെച്ചാൽ ദമനം ചെയ്യുക, അടക്കി നിർത്തുക. യം യ എന്ന് വെച്ചാൽ അതിനെ പ്രാപിപ്പിക്കുക, എത്തിക്കുക ഓരോ ദിക്കിലേക്ക്. ഇതാണ് ഹൃദയത്തിന്റെ ഫങ്ഷൻ എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് ഹൃദയം എന്താണെന്ന് കിട്ടും. അപ്പോൾ പരിസര പദ്ധതിയായ ഹൃദയത്തെയാണ് ചിലര് ഉപാസിക്കുന്ന ആരുണാദികൾ. തതഃ ഉദഗാത് അനന്ത തവനാമ ശിരപരമം. ഹേ അനന്ത, അന്തമില്ലാത്തവനെ, നാശരഹിതനായ ഭഗവൻ, തതഃ അതിൽ നിന്നും, ആ ഹൃദയത്തിൽ നിന്നും, തവ അങ്ങയുടെ പരമം ഉത്കൃഷ്ടമായ ശിരസിനെ ഉദഗാത് ഉദ്ഗമിച്ച് എത്തിച്ചേർന്ന്, ഉദഗാത്. ഹേ അനന്ത, തതഃ
തവ നാമശിര പരം ഉദഗാത്. ഹേ അനന്തസ്വരൂപനായ ഭഗവൻ, ആ ഹൃദയത്തിൽ നിന്നും അങ്ങയുടെ ഉത്കൃഷ്ടമായ സ്ഥാനമായ ശിരഫിനെ ചിലർ ഉദ്ഗമിക്കുന്നു, മുകളിലേക്ക് കിടക്കുന്നു. പുനരിഹയത് സമേത്യ ന പതന്തി കൃതാന്തമുഖേ. പുനരിഹ വീണ്ടും ഇവിടെ കൃതാന്തമുഖേ അന്തകമുഖത്തിൽ ന പതന്തി വീഴുകയില്ല. എന്താണ്? യാതൊന്നിനെ പ്രാപിച്ചാൽ, ശിരസ്ഥാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് സഹസ്രാര പത്മം, അവിടെയാണ് അങ്ങയുടെ പൂർണ്ണ ചൈതന്യം. അവിടെ അങ്ങുമായി കൂടിച്ചേർന്ന് രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അന്തകന്റെ മുഖത്തേക്ക് വീഴില്ല. എന്ന് വെച്ചാൽ പുനർജന്മം ഉണ്ടാവില്ല. പുനർജന്മം ഉണ്ടാകുമ്പോഴാണല്ലോ അന്തകന്റെ മുഖത്തേക്ക് വീഴുന്നത്. ജനിക്കുന്നു, ജനിച്ചാൽ മരിക്കണം, മരിക്കുമ്പോൾ ആരായാലും, ഈച്ചയായാലും ഉറുമ്പായാലും പുഴുവായാലും മനുഷ്യനായാലും അന്തകന്റെ അടുത്തേക്കാണ് പോകുക. അന്തകന്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്ന ഉറപ്പാണ്. അങ്ങനെ ജന്മമരണങ്ങളായ സംസാര ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടേ ഇവിടെ കഴിഞ്ഞുകൂടും അങ്ങനെയുള്ളവർ. തത ഉദഗാത് അനന്ത തവന ധാമ ശിര പരമം പുനർഹയത് സമേത്യ കൂടി ചേർന്നിട്ട് ന പതന്തി കൃതാന്തമുഖേ. കൃതാന്തമുഖത്തിലേക്ക് അവൻ വീഴുകയില്ല തന്നെ. അപ്പൊ ഇവിടെ മണിപൂര ചക്ര ഉപാസന ചിലര് ആരുണികളായ വേറെ ചില ഹൃദയോപാസനയാണ് ചെയ്യുന്നത്. ഇനിയും ഈ സുഷുമ്ന നാഡിയുടെ അഗ്രഭാഗം ഹൃദയത്തിൽ നിന്നും ശിരഫിന്റെ നേരെ നീണ്ടുപോയി അതിനോട് ചേർന്ന് ദേഹമധ്യത്തിൽ നിൽക്കുന്നു എന്നാണ് സങ്കല്പം. ആ സുഷുമ്നയെ കൂടി ദേഹത്തെ ഉപേക്ഷിച്ചു പോകുന്ന ആത്മാവിന് പിന്നെ ജന്മമരണ ദുഃഖങ്ങൾ ഉണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല. എല്ലാ ഉപാധികളും നിർമുക്തനായി ആനന്ദസ്വരൂപനായിട്ട് വസിക്കാം. ആ സ്വരൂപത്തെ ധ്യാനിക്കുന്നവരുടെ ജന്മമരണാദികളായ ദുഃഖത്തെ നശിപ്പിക്കുന്നു. ഹൃദയസ്ഥനായ ആ ദേവനെ ഞാനിതാ ഇവിടെ ഉപാസിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ ഏത് പ്രാണികളുടെയും ശരീരത്തിൽ ഈശ്വര ചൈതന്യം എവിടെ, എങ്ങനെ, എത്ര കാലം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഈ ശ്ലോകത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആദ്യം മണിപൂര ചക്രമുണ്ട്, അതിൻ്റെ മുകളിൽ അനാഹത ചക്രമുണ്ട്, അതിൻ്റെ മുകളിൽ ആജ്ഞാചക്രമുണ്ട്, അതിൻ്റെ ഏറ്റവും മുകളിൽ സഹസ്രാര പത്മം എന്ന മറ്റു ചക്രമുണ്ട്, പത്മമുണ്ട്. അവിടേക്ക് എത്താം. അത് ശിരസിന്റെ സ്ഥാനത്താണ്. ഹൃദയത്തിൽ നിന്നും ശിരസിലോട്ടുള്ള ഉദ്ഗമനമാണ്. ഉദഗാത് അനന്ത ഉദ്ഗമനം ചെയ്യുന്നു, മുകളിലേക്ക് കയറുന്നു. അങ്ങനെ കയറുമ്പോൾ അങ്ങയുടെ ധാമം, ഇരിപ്പിടമായ വാസസ്ഥാനമായ ശിരസ് എന്ന പരമമായ പത്മത്തിലേക്ക് എത്തും. അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു വരുന്നുണ്ടാവും. ഋഷിമാരുടെ ഉപാസന അവിടെയാണ്. അവിടുന്ന് അവരെ ശിരസിന്റെ അഗ്രഭാഗം ഭേദിച്ച് സമാധിസ്ഥരായി നേരിട്ട് ചെന്ന് ആദിത്യ ലോകത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് കടന്നു പോകുന്നു എന്നോ ഇതിനു മുമ്പ് പല ഉപനിഷത്തിലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് വേദാന്തമാണ്, അത് ഉപനിഷത്താണ്. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗ്യന്തിനെ മറ്റു തരത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരാണോ അപ്പൊ ഈ ഉപാസനകൾ മാത്രം കുടുങ്ങിക്കിടക്കുന്നവര് കണ്ണിൽ പൊടി പോയ പോലാണ്. കാരണം ആ പൊടി എടുത്ത് കളയാതെ മുകളിലോട്ട് കയറാൻ പറ്റില്ലല്ലോ. ആ പൊടിയുള്ളിടത്തോളം അവിടെ തന്നെ അങ്ങനെ നിന്ന് കറങ്ങി തിരിഞ്ഞ് പോകുകയുള്ളൂ, മുകളിലോട്ട് കയറാൻ പറ്റില്ല. അവര് കൂർപ്പദൃക്കുകളാണ്. ഋഷിമാർഗങ്ങളിലെ കൂർപ്പദൃക്കുകളാണ് ഉദരത്തെ ഉപാസിക്കുന്നവർ, മണിപൂര ഉപാസന ചെയ്യുന്നവർ. പക്ഷെ വേറെ ചിലര് കുറച്ച് മുകളിലോട്ട് കയറി ഹൃദയഭാഗത്തുള്ള ഈശ്വരത്തെ ഉപാസിക്കും. അവിടെ നിന്നും മുകളിലേക്ക് കയറിയാൽ
ആത്യന്തികമായ ബ്രഹ്മനിർവ്വാണത്തിലേക്ക് എത്തിയാൽ പിന്നെ ഒരിക്കലും സംസാരത്തിലേക്ക് തിരിച്ചുവരവുണ്ടാവില്ല. ആവൃത്തിശൂന്യം പരമം പദം തേ, ആവൃത്തിശൂന്യമായ പരമമായ പദത്തെയാണ് പ്രാപിക്കേണ്ടത്. അതാണ് ലക്ഷ്യം എന്ന് ഒരു മനുഷ്യരീരത്തിന്റെ അവസ്ഥ സൂചിപ്പിച്ചിട്ട് എവിടെയാണ് ഈശ്വരനെ സ്വരൂപമായി കാണേണ്ടത് എന്നാണെങ്കിൽ അത് ഹൃദയാന്തഭാഗത്തും അതിന്റെ മുകളിലുള്ള ശിരോഭാഗത്തിലും അനുഭവിച്ചറിഞ്ഞ് ബ്രഹ്മസാക്ഷാത്കൃതരാകണം എന്ന് ബോധ്യപ്പെടുകയാണ്. ഉദരമുപാഫതേ ഋഷിവർണസുകുത്പദൃശാം പരിഫരവദ്ധതിം ഹൃദയം അരുണയോദഹരം തദ ഉദഗാദനം തതവധാമശിരപരമം പുനരിഹയത് സമേത്യത വദന്തി കൃതന്തമുഖേ. ഉദരമുപാഫതേ ഋഷിവർണസുകുത്പദൃശാം പരിഫരപദ്ധതിം ഹൃദയം അരുണയോദഹരം തദ ഉദഗാദനം തതവധാമശിരപരമം പുനരിഹയത് സമേത്യത വദന്തി കൃതന്തമുഖേ. ഉദരമുപാഫതേ ഋഷിവർണസുകുത്പദൃശാം പരിഫരപദ്ധതിം ഹൃദയം അരുണയോദഹരം തദ ഉദഗാദനം തതവധാമ ശിരപരമം പുനരിഹയത് സമേത്യത വദന്തി കൃതന്തമുഖേ. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കും? ഒന്നുകൂടെ വായിക്കോ, എന്തെങ്കിലും വേണോ? അതൊക്കെ ഇട്ടതാണോ? കുഴപ്പമില്ലെങ്കിൽ നമ്മുടെ സമയം അതിൻ്റെ അതിക്രമിച്ചെന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. അടുത്ത ഒന്നിലേക്ക് കിടന്നാൽ 20 മിനിറ്റ് എടുക്കും. നിങ്ങളുടെ സമയം കൂടുതൽ പോകും. ഹലോ സാർ, ഈ ഉദരത്തിൽ ഉപാസിക്കാണ്ട് നേരെ തന്നെ ഹൃദയത്തിൽ ഉപാസിച്ചാലോ? അങ്ങനെ പറ്റില്ലല്ലോ. താഴത്തെ പടി ചവിട്ടാതെ മേളിൽ കയറാൻ പറ്റുമോ? ഇതൊക്കെ സോപാനങ്ങളല്ലേ, പടികളല്ലേ. ഓക്കെ. ഒരു പടി അപ്പൊ ഇവിടുന്ന് മുകളിലേക്ക് പോവാൻ ശ്രമിക്കണം. അതന്നെ, മുകളിലേക്ക് പോകാൻ ശ്രമിക്കണം. അവിടുന്ന് പോയിട്ടില്ലെങ്കിലോ? ഏതാ? ഹൃദയത്തിൽ നിന്നും പിന്നെയും മുകളിലേക്ക് പോകണം എന്നല്ലേ പറയണ സഹസ്രാര വരെ? അതെ, മുകളിലേക്ക് തന്നെ പോകണം. ഉദഗാത് കരണം. ശ്രീദേവി എന്താ ചോദിച്ചേ? ഹൃദയം അത് സ്വീകരിക്കുക, ദമനം ചെയ്യുക, അടക്കി നിർത്തുക. അതിനെ യാത്രയാക്കുക, വിടുക. യാതി അത് കൂടി ചേരുമ്പോ ഹൃദയം എന്ന വാക്കാകും. ശരി ശരി ശരി. സ്വീകരിക്കുക, അടക്കി നിർത്തുക, യാത്രയാക്കുക. ഹൃദയത്തിന്റെ ഫംഗ്ഷൻ അതല്ലേ. എല്ലാ വഴിയിൽ നിന്നും അംശങ്ങളെ സ്വീകരിച്ച് തന്നെ ഉള്ളിൽ നിർത്തിയിട്ട് ഓരോരുത്തർക്കും വിഭജിച്ചു കൊടുക്കുക. അതാണ് ഹൃദയത്തിന്റെ ജോലി. പ്രാണനും രക്തവും ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കലാണ് ഹൃദയത്തിന്റെ ജോലി. അത് എത്രയോ മുമ്പ് വരെ കണ്ടറിഞ്ഞിട്ട് നല്ലൊരു വാക്ക് അതിനിട്ടു. എങ്ങനെയുണ്ട് വിദേശ? ഞാനിപ്പോ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് സാറേ. ഇനി വന്നോ? കഴിഞ്ഞ ദിവസം 8-ാം തീയതി എന്റെ ആങ്ങളയുടെ മോടെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വന്നു. അപ്പൊ ഈ ഓണമൊക്കെ പൊളിച്ചിട്ട് പോയാൽ മതി. ഓണത്തിന്റെ അന്ന് രാത്രി തിരിച്ചു പോകും. ഓണത്തിനൊക്കെ ഇനി എത്തി ശ്രീദേവി അല്ലേ? അതെ അതെ, എത്തി. ഓണം ഇടണ്ടാന്ന് വെച്ചാൽ അന്ന് രാത്രി തിങ്കള് വെളുപ്പിലത്തെ ഫ്ലൈറ്റിന് പോകണം. അതെ, ഇടയ്ക്ക് നാട് മറക്കാതെ കിട്ടുന്നു, വന്നു നോക്കോളൂ. അതെ അതെ. യാത്ര ഇച്ചിരി പാടാകും, കാരണം ഇനി വരവ് കുറയ്ക്കും. നേരിട്ട് ഫ്ലൈറ്റ് ഇല്ലേ? നേരിട്ട് ഇല്ല, ലേ ഓവർ ഉണ്ട് 3-4 മണിക്കൂറൊക്കെ ഓരോ സ്ഥലങ്ങളില്, ഹൈദരാബാദിലും ഇവിടെയൊക്കെ. മെനക്കേടാ. പിന്നെ ബസ് യാത്ര, ഫ്ലൈറ്റിൽ കയറണ 4 മണിക്കൂർ ബസ്സിൽ വരണം. പിന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതായാലും കല്യാണം ആയതുകൊണ്ട് വന്നു. ഇന്നത്തെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ജനുവരി പറ്റിയെങ്കിൽ വരാം അല്ലേ?
ജനുവരി നടക്കുകയല്ല. ജനുവരി മിക്കവാറും ചാൻസ് ഇല്ല. അത് ശരി. ഇനിയിപ്പോ ഈ വർഷം ഈ ഡിസംബർ 31 ഒരു 11 ലീവും കൂടെ എടുക്കണം, അല്ലെ അത് പോവും. അങ്ങനെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ. അത് ശരി. അത് മാറ്റിയിടാൻ പറ്റിയതാ ലീവ് അല്ലേ? ഇല്ല, ഈ 31 എടുത്തില്ലേ അത് ലാപ്സ് ആയി പോകും. കാഷ് ലീവും അങ്ങനെ. പിന്നെ ജനുവരിയിലെ കാര്യം തീരുമാനിച്ചിട്ടില്ല. പിന്നെ 50 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്താൽ അവിടെ അത്രയും കൂടെ നിൽക്കണമല്ലോ. വേണം. ഒരു വർഷം. അത് കാരണം മാക്സിമം ലീവ് എടുക്കാതിരിക്കുവാണെങ്കിൽ നേരത്തെ കഴിഞ്ഞ് തിരിച്ചു പോരാമല്ലോ. ശാന്തമ്മ ടീച്ചർ എന്താ ചോദിക്കാൻ വന്നേ? എന്തോ ശാന്തമ്മ ടീച്ചർ എന്താ ചോദിക്കാൻ വന്നേ? അത് ഞാന് പറയാൻ തുടങ്ങിയത്, എഴുത്തച്ഛൻ ഇത് തന്നെയല്ലേ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും. അത് തന്നെ, സ്റ്റെപ്പ് തന്നെ, 6 പടിയാറ്. അത് കടന്നു വേണം നിങ്ങൾ ചെല്ലാൻ. അവിടെ ശിവം എന്നുള്ളത് ബ്രഹ്മം തന്നെയാണ്. അതെ, ബ്രഹ്മം. അതാണ് ഓർത്തത്. തുടങ്ങണ്ടേ? എന്തോ തുടങ്ങണ്ടേന്ന്. താഴെ മണ്ടേ തുടങ്ങണം, കുറേശ്ശെ കയറി മുകളിലോട്ട് പോകണം. നിൽക്കുന്നിടത്ത് നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് പോകാനുള്ള ചിന്ത എപ്പോഴും വേണം. ഉദ്ഗമനമാണ്, പുരോഗതിയാണ് വിഷയം, അധോഗതിയല്ല. നാരായണീയത്തിലും ഉണ്ടല്ലോ ഇത്. ഉണ്ട്. ശ്രുതിഗീതയ്ക്കകത്തുണ്ട് ഇത്. നാരായണീയത്തിലുണ്ടല്ലോ വേദസ്തുതി. സംശയങ്ങൾ തോന്നെങ്കിൽ ഇന്ന് പ്രസംഗിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ.